നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാര് ഉൾപ്പെടുന്ന മേടൻ രാശി. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വിദേശത്തായിരുന്നാലും നമ്മുടെ സ്വദേശത്തായിരുന്നാലും നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനും അതിൽ സെലക്റ്റായി നല്ല രീതിയിൽ വിജയിക്കാനും സാമ്പത്തിക മെച്ചവും അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഗുഡ്വില്ല് ഗുണകരമായിട്ട് വരുന്ന സമയം. എല്ലായിടത്തും ഉള്ളതുപോലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇൻ്റർവ്യൂ എല്ലാം സെലക്റ്റായി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഡിലേ ആകുന്ന അവസ്ഥ. അപ്പം ആ തടസ്സങ്ങളൊന്ന് മാറണം, മുന്നോട്ട് പോകണം. രണ്ടാമത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ ധനലക്ഷ്മി യോഗഭാവം ബ്ലോക്കായി വരുന്നു. ധനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വരുമാനം, കിട്ടേണ്ട സാമ്പത്തികം ഉദ്ദേശിക്കുന്ന രീതിയിൽ 10-ാം തീയതി 15-ാം തീയതി കഴിയുമ്പം സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇത് പുറമേക്ക് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ബാങ്കിലും പെട്ടിയിലും നമ്മുടെ കയ്യിൽ നിറയെ ഉണ്ടെന്നുള്ള ധാരണ, നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം. അപ്പോൾ ഇതിൽ ഈ ചെറുതായിട്ട് പറയുകയാണെങ്കിലും നിരീക്ഷിച്ചിട്ട് പറയുകയാണെങ്കിലും സാമ്പത്തികത്തിന് സാമ്പത്തികം തന്നെയാണ് പരിഹാരം. അല്ലാതെ കടം പറയുക, മാറ്റി വെക്കുക, നീട്ടി വെക്കുക എന്നുള്ളത് സൊല്യൂഷനല്ല. വീണ്ടും നമ്മുടെ മനസ്സിനെയും നമ്മളുടെ കാര്യങ്ങളെയും ബ്ലോക്കാക്കാനുള്ള വഴികളാണ് അതിൽ നിന്നും വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണം. അഷ്ടലക്ഷ്മി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയം. സർവാംഗപ്രകൃത്യാനാം യോഗത്രയാദിഭാവുക സ്ഥാനാധിപതയം സർവം വീക്ഷിരാവം ശുഭേശം. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, വ്രതമെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. വ്രതം പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. പണ്ട് നമ്മുടെ അമ്മമാരെല്ലാവരും ചെയ്തിട്ടുള്ള ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, ദ്വാദശി വ്രതം, പ്രദോക്ഷ വ്രതം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്രതങ്ങളാണ്. അപ്പോൾ വ്രതമെടുക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മളോടൊപ്പം നിൽക്കുന്ന പലർക്കും അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. മുമ്പ് അമ്മമാർ വ്രതം എടുക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പം അതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച്, വ്രതം എന്ന് പറഞ്ഞാൽ ത്യാഗം. ഭക്ഷണം ചിലപ്പം ത്യജിക്കേണ്ടി വരും, ഒരു ദിവസമോ 1.5 ദിവസമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോന്നിനും അതിൻ്റെ നിഷ്ഠയുണ്ട്. ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതിൻ്റെതായുള്ള മാറ്റം ഉണ്ടാവും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരത്ത് കുറച്ച് മുൻകോപം എടുത്തു ചാട്ടം ചിലരിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു പ്രൊഫഷണലിലേക്ക് വരേണ്ട സമയത്ത് ഉണ്ടാകുന്ന പിടിവാശി, നിർബന്ധ ബുദ്ധിയാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചോളം വാഹനത്തോടുള്ള ഒരു വല്ലാത്ത അഭിവാഞ്ച, ഭയങ്കര വാശി, എടുത്തേ പറ്റൂ, ഞാൻ എടുക്കും എന്നുള്ളത്. പെൺകുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, വണ്ണം വയ്ക്കുമെന്ന് മേടിക്കുക, എന്തായിരുന്നാലും ശരി തന്നെ, ഭക്ഷണം മാറ്റി വെക്കണ സമയം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ യുവാക്കളിൽ കൂടുതൽ വരുന്ന സമയമാണ്. അപ്പം ഇതിനെ ചൊല്ലിയിട്ടുള്ള വീട്ടിനകത്തുള്ള സംസാരവും പ്രശ്നങ്ങളും ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ സൈഡിൽ വർക്ക് ചെയ്യുന്ന കലാപരമായിട്ട് കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രമിക്കുന്ന പരിശീലിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മെച്ചവും നേട്ടവും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു ശരിയായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പോകണം എന്നുള്ള വാശിയും വൈരാഗ്യവും വരണം എന്നുള്ളതാണ്. കാരണം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുമ്പോൾ എനിക്കും വീണ്ടും ലോസ്, നഷ്ടം വീണ്ടും വരാൻ പാടില്ല. അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ദിശാബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് സഹായകരമായിട്ടുള്ള ദൈവാധീനം, ഗുണകരമായിട്ടുള്ള നേട്ടത്തിന് അനുകൂലം. മകയിരത്തര, തിരുവാതിര, പുണർത്തത്തിൽ, മുക്കാൽ, മിഥുന രാശി. നിഷ്കളങ്ക ഭാവുക സ്ഥാനാധിപത്യം, നിഷ്കളങ്കത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം.
സത്യത്തെ കണ്ടറിഞ്ഞ് നമ്മൾ നടത്തിയെടുക്കണം. ഇവിടെ പലപ്പോഴും അത് മാറ്റിവെക്കും. ശരിയാവും നാളെ എന്നുള്ള രീതിയിലുള്ള ഒരു അലസത, മന്ദത നമ്മളിൽ തന്നെ വന്നാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന പലർക്കും അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇവിടെ ശരിയായിട്ടുള്ള ഒരു നിഷ്കളങ്ക ഭാവുക യോഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റുപാടും അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അത് സംഘടനാ വർക്കിലായിരുന്നാലും ശരി തന്നെ, പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു നിഷ്ഠാബോധം, ആദർശബോധം, ആദർശശുദ്ധി പലപ്പോഴും പണയം വെക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. പലർക്ക് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അവിടെ നമ്മൾ ബലിയാടാകേണ്ട അവസ്ഥ വരാൻ പാടില്ല. നിഷ്കർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിന് ഈശ്വരകരുത്ത് മനസ്സിൽ നമ്മുടെ പ്രവൃത്തിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ അത് വെറുതെ അപവാദത്തിലേക്കും പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളെ നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്കും വന്നുകൂടായികയില്ല. ഇവിടെ അഘോര കവചിത മന്ത്രം, ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതിർ ബ്രഹ്മണോധിപതിർ ബ്രഹ്മശിവമേ, ബ്രഹ്മശിവമായിട്ടുള്ള ശിവമയമായിട്ടുള്ള അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ വഴികാട്ടിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് വിജയത്തിലേക്ക് പോകാൻ സഹായിക്കും. പുണർതത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തളർച്ച മേഖലകൾ പലതും പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, കോൺട്രാക്റ്റ് ഫീൽഡിൽ, അതോടൊപ്പം തന്നെ നിർമ്മിതി ഭാവത്തിലൊക്കെ നിൽക്കുന്ന പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിനൊരു പുത്തൻ ഉണർവ് വന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവത്വം ഉണ്ടാകും. ഭാഗ്യസൂക്തത്തിൽ പറയുന്ന പോലെ പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഹവാമഹേർ പ്രാതരമിത്ര വരുണ പ്രാതരശ്വിന, പ്രാതരശ്വിന ഭാവാധിപത്യം. എല്ലാ ഭാവങ്ങളും മിത്രഭാവത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പങ്ങൾ. പക്ഷേ അങ്ങനെയല്ല. മൃഗങ്ങളും പ്രാണികളും പക്ഷികളും ഓരോ തരത്തിൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയിലാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ധർമ്മത്തിൽ വന്നിരിക്കുന്ന, കർമ്മത്തിൽ വന്നിരിക്കുന്ന വീഴ്ച നമ്മൾ ഉത്തരവാദിത്വം എടുക്കണം. എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമെന്നിങ്ങനെ സഹായിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ അത് നമ്മൾ ആർജവത്തോടുകൂടി ഏറ്റെടുത്ത് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. അതിന് നരസിംഹ കവച മന്ത്രം, ഉഗ്ര നരസിംഹ കവച മന്ത്രം എഴുതി പൂജിച്ച് അടച്ചു ധരിച്ചാൽ മാർഗം തെളിയും, ലക്ഷ്യത്തിലെത്താൻ പറ്റും. ലക്ഷ്യവും മാർഗവും ഒന്നായിരിക്കണം. പറച്ചിലും പ്രവൃത്തിയും രണ്ടാകാൻ പാടില്ല. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ശുദ്ധമാണ്, പ്രവൃത്തിയും ശുദ്ധമാണ്. പക്ഷേ പ്രവൃത്തി ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സങ്കടവും തന്നെയാണ്. ഇവിടെയാണ് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹ സഹായം നമുക്കുണ്ടാകേണ്ടത്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീക്ഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യ എന്നുള്ള ആ കവചമന്ത്രം വളരെ പവർഫുള്ളാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പൂർവീയമായിട്ടുള്ള സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പല പ്രപ്പോസലുകൾ, വിവാഹ പ്രപ്പോസലുകൾ വന്ന് തടസ്സപ്പെട്ട് നീണ്ടു പോയി. ഇനി കല്യാണം വേണ്ട, ഒന്നും വേണ്ട എന്ന് വരെ നിരീക്ഷിച്ചിരിക്കുന്നവർ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രപ്പോസലുകൾ വരാനും ഉറയ്ക്കാനും നമ്മുടെ ജീവിതത്തിന് അർത്ഥഭാവുകങ്ങൾ ഉണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്കിങ് മേഖലയിൽ നമ്മൾ വായ്പ എടുത്തിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടായേ തീരും. നോട്ടീസ്, മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് മനോവ്യഥ കൂടുതൽ വരാൻ പാടില്ല. ഇവിടെയും പഞ്ചദുർഗാ കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. ജാതവേദസേ സുനവാമ സോമമരാധീയതോ നിരഹാദിവേദ
സനഃ പരുഷ ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാദ്യഗ്നി. അഗ്നി എന്ന് പറയുന്ന ശുദ്ധിപ്പെടുത്തുന്ന ഒരു ഭാവത്തിലേക്ക് മനസ്സും ശരീരവും വരണം. അപ്പോൾ ആ അഗ്നി എന്ന് പറയുന്നത് എനർജി ആയിട്ട് നമുക്ക് സ്വാംശീകരിക്കാൻ ഈ പഞ്ചദുർഗാ കവചിത മന്ത്രം ഏത് പ്രക്ഷോഭത്തെയും ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാനുള്ള ഊർജ ആർജവത്വം ഭഗവതിയുടെ കടാക്ഷത്താൽ നമുക്ക് കിട്ടും. വളരെ വിശേഷപ്പെട്ടു. അതോടൊപ്പം തന്നെ ദുർഗാ ഭഗവതിക്ക് തൃശൂലിനി മന്ത്രത്താൽ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. അതൊരു 7 ചൊവ്വാഴ്ച എങ്കിലും ചെയ്താൽ ഏത് മാർഗവും ബ്ലോക്കായി നിൽക്കുന്നതും തുറന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും എന്നുള്ളതിന് യാതൊരു സംശയം. ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി ദൈവാനുകൂല്യം നമുക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 തരത്തിലുള്ള ശാപപാപ ബന്ധനങ്ങൾ, മുമ്പ് നമ്മുടെ ഗൃഹത്തിൽ വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ശാപദോഷവും, അതോടൊപ്പം അമ്മ വഴിക്കുള്ള ഒരു മൃത്യുഭാവദോഷം, കുഞ്ഞ് മരിച്ചതിൻ്റെ ദോഷം അമ്മയുടെ കുടുംബത്തിലെ, അതോടൊപ്പം അച്ഛൻ്റെ കുടുംബത്തിലെ ദുർമൃതി ശാപം, സൂയിസൈഡ്, വെള്ളത്തിൽ വീഴുക, ആക്സിഡൻറ്റ് മരിക്കുക, അങ്ങനെയൊക്കെയുള്ളത് വളരെ പഴക്കമുള്ളതാണ്. പക്ഷെ നമ്മുടെ കാര്യങ്ങളോ കാരണങ്ങളോ അറിവോ പെടുന്ന കാര്യങ്ങളല്ലെങ്കിൽ തന്നെയും ഈ ത്രിശാപുക ഭാവുക ബന്ധനങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തടസ്സങ്ങൾ വരാൻ പാടില്ല. കാര്യങ്ങൾക്ക് പഠനം, പരീക്ഷ, വിവാഹം, സന്താനം, തൊഴിൽ, യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെ. അപ്പം ഇതിനെ പ്രായശ്ചിത്ത ഉപചാരക്രിയ ചെയ്ത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ത്രിശുദ്ധി മന്ത്രത്താൽ ദേവസ്യത്വാ സൗരത് പ്രഥവേശനോർ ബാഹുഭ്യാം പൂഷ്ണോ ഹസ്താഭ്യാം അശ്വിനോർ വൈഷജ്യേന തേജസേ ബ്രഹ്മവർച്ചസ്യ. ഈ ത്രിശുദ്ധി മന്ത്രത്താൽ ചമത, നെയ്യ്, അമൃത്, തേന്, എരുക്ക്, പാല്, ഇത് ചേർത്ത് ത്രിശുദ്ധി കവചിത മന്ത്രത്താൽ ഭാഗ്യസൂക്തത്തിൽ അർച്ചനയും കൂടെ ചെയ്യാം. വളരെ വിശേഷപ്പെട്ട മാറ്റമുണ്ടാകും. ഈ വക ദോഷങ്ങൾ നമുക്കോ നമ്മൾ മുഖാന്തരം ഗൃഹത്തിലോ ഉള്ളവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവായി അതിന് മുന്നോട്ട് പോകാനുള്ള ഐശ്വര്യഭാവുകം നമുക്ക് ദൈവാധീനത്താൽ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിത്തിരത്തര, ചോതി, വിശാഖത്തിമുക്കാൽ, തുലാം രാശി. ഇവിടെ തടസ്സങ്ങളാണ്. പല കാര്യങ്ങളും നടക്കുന്നത് പടിക്കലെത്തിയിട്ട് തടസ്സപ്പെടുന്ന അവസ്ഥ. തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഒപ്പിട്ട സംഗതി നമ്മുടെ കയ്യിലോട്ട് വരുന്നതിന് മുമ്പ് തടസ്സം, അപ്രതീക്ഷിതമായിട്ടുള്ള ട്രാൻസ്ഫർ, അപ്രതീക്ഷിതമായിട്ടുള്ള ഷോക്കേഴ്സ് നോട്ടീസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ. ബിസിനസ് സ്ഥലത്താണെങ്കിലോ പെട്ടെന്ന് ഡിമ്മാകുന്ന അവസ്ഥ, പകുതി പോലും ബിസിനസ് ഉണ്ടാകാതെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥ. പലരുടെയും ധാരണ അവിടെ നല്ല കച്ചവടം നടക്കുന്നു, പക്ഷെ നമ്മുടെ അവസ്ഥ റോളിംഗ് പോലും, സാമ്പത്തിക ക്രയവിക്രയം പോലും തെറ്റുന്ന അവസ്ഥ. പിന്നെയോ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സങ്ങൾ. പിന്നെയോ നമ്മൾ സഹായിച്ചത് നമുക്ക് തിരിച്ച് ചോദിക്കുമ്പം ശരിയായുള്ള ആവശ്യത്തിനുള്ള സമയത്ത് നമുക്ക് കിട്ടാതെ നീണ്ടു പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ. ഇപ്പം ഇവിടെ വിഘ്നേശ്വരനെ തന്നെ പ്രാപിക്കുക. വിഘ്നങ്ങൾ മാറ്റാൻ വിഘ്നേശ്വരൻ, സാക്ഷാൽ മഹാഗണപതിയായിട്ടുള്ള വിഘ്നഭാവുക ഗണനാഥൻ, അതിനെ വിഘ്നേശ്വര ഉപചാരം ചെയ്യുക. വിഘ്നേശം സമരശ്വദാക്ഷപടിക ദന്തോല്ലസൽ ലഡ്ഡുകേർദുർഭിർ പാശശ്രണി സ്വതന്ത്ര വരദാഢ്യർവ ചതുർഭരീതം. ധ്യാനത്തിൽ പറയുന്നത് പോലെ എല്ലാ വിഘ്നത്തിനും ഭൂതഗണനാഥനായിട്ടുള്ള അങ്ങേ ശരണം പ്രാപിക്കുന്നു. അതിന് 5 വ്യാഴാഴ്ചയെങ്കിലും കറുകമാല ഭഗവാന് ചാർത്തി 5ാമത്തെ വ്യാഴാഴ്ച വിഘ്നേശ്വര ഹോമം, ഗണപതി ഹോമം ഭഗവാന് ചെയ്യുക. മാറ്റം അനുകൂലമായിട്ട് വരും, യാതൊരു സംശയത്തിലും. വിശാഖത്തിക്കാൽ അനിഴം, തൃക്കേട്ട, വൃശ്ചികരാശി. വിശാഖത്തിൽക്കാൽ അനിഴം, തൃക്കേട്ട, വൃശ്ചികരാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം പല കാര്യങ്ങളും മറ്റുള്ളവരുടെ നേട്ടത്തിനായിട്ട് ഗുണപ്പെടുത്തിയെടുക്കാൻ മിടുക്കരാണ്. പക്ഷേ സ്വന്തം കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഒരുവിധം ഗുണപ്പെട്ട് സാമ്പത്തിക ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചിട്ടി അല്ലെങ്കിൽ കുറി അനുകൂലമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചത് തടസ്സപ്പെട്ട് നിൽക്കുന്നു.
ഇതിൻ്റെ ഇടയ്ക്ക് ബാങ്ക് ലോണ് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യത്തിലുള്ള തടസ്സവും പ്രശ്നവും ഒരു ഭാഗത്ത്, അതിലെല്ലാം ഉപരി വേണ്ടപ്പെട്ട ചില ബന്ധുക്കളുടെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ഒരു ഭാഗത്ത്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ. ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നുമില്ല, തൊണ്ടവേദന, ഉപ്പുറ്റി വേദന, വയറുവേദന, ദഹനത്തിൻ്റെ പ്രശ്നം, തലവേദന, ഇങ്ങനെയുള്ള അസ്വസ്ഥത ഇത് ഉറക്കത്തെ തന്നെ ചില സമയത്ത് ബാധിക്കുന്ന രീതിയിൽ വരും. ഇവിടെ അമൃതശൂലിനി കവചിത മന്ത്രം, അതായത് ത്രയംബകം യജാമഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമിവർദ്ധന മൃത്യോർമഷ്യാമാമൃതാൽജ്യം സസ്വ എന്ന് പറയുന്ന മഹാത്രയംബക മന്ത്രം, മൃത്യുഞ്ജയ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ ശക്തി, ഇതിനെല്ലാം ഗുണകരമായിട്ട് വരും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനു രാശി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ മെച്ചവും അഭിവൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ്. ബാങ്കിങ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിച്ഛായ നഷ്ടങ്ങൾ, അതായത് ടാലിയാകാത്തതിൻ്റെ കാര്യം അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ സമാധാനം പറയേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങളിൽ പെടുന്നവർക്ക് പുതിയ മേഖല, പുതിയ പ്രോജക്റ്റ്, പുതിയ വർക്ക്, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ഓഫറുകൾ, മറ്റു കാര്യങ്ങൾ കോട്ട് ചെയ്യാനോ കൊട്ടേഷൻ കൊടുത്താലോ അത് ഗുണകരമായിട്ട് നേട്ടത്തിലേക്ക് വരാനും അതിൻ്റേതായുള്ള ഡെവലപ്മെൻറ്റ്സ്, അതിൻ്റേതായുള്ള സന്തോഷ സാമീപ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ്. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് സഹകരിപ്പിച്ച് പോകണോ എന്നുള്ള ഡൗട്ടുണ്ടാകണം. ഇവിടെ ശരിയായുള്ള തീരുമാനമെടുക്കുന്നതിന് ജാതക ചേർച്ച തന്നെ നോക്കണം. അത് യോജിച്ച് കണ്ടാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റേതായിട്ടുള്ള മെച്ചവും കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരും. ഇവിടെയും മഹാസുദർശന യന്ത്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ധരിക്കുക, പൂരിച്ച്. കൽപ്പാന്താർക്കപ്രകാശം ത്രിഭുവനമഖിലം തേജസാ പൂരയന്തം രക്താക്ഷം പിംഗകേശം രീപുകുലഭേദം ബിയമതം ഷ്ടാട്ടഹാസം ചക്രം ശംഖം ഗദാബ്ജി എന്ന് പറഞ്ഞ മഹാസുദർശന ധ്യാനത്തിൽ പറയുന്ന രീതിയിൽ എല്ലാത്തിനും ഞാനുണ്ട് നിന്നോടൊപ്പം. അപ്പോൾ ആ ആർജവത്തെ നമ്മളെ പ്രാർത്ഥനയിൽ കൂടി, ധ്യാനത്തിൽ കൂടി, അല്ലെങ്കിൽ നമ്മളുടെ ഉൾക്കാഴ്ചയിലുള്ള ആത്മീയ ചിന്തയിൽ കൂടി നമ്മൾ സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. ആ മന്ത്രസഹിത യോഗം നമ്മളോടൊപ്പം സാമീപ്യം ഉണ്ടായിരുന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തുനിന്ന് അകത്തോട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഉത്രാടത്തിമുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഈശ്വരാധീനം വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ പെട്ടുപോയി, സഹായിക്കാനും ജാമ്യം നിന്നാലും നമ്മളും കൂടെ പെട്ടുപോകുന്ന സ്ഥിതി എന്ന് പറയുമല്ലോ, അറിയാതെ അല്ലേ അറിഞ്ഞുകൊണ്ടോ. പക്ഷെ അതുമൂലമുണ്ടാകുന്ന ദുരിത കഷ്ടനഷ്ടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും സഹായവും ഉണ്ടാകണം. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല. കാരണം ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷമുണ്ട്, പുറത്തുള്ള ശത്രുദോഷമുണ്ട്, തൊഴിൽ മേഖലയിലെ ബിസിനസ് മേഖലയിലെ ശത്രുദോഷമുണ്ട്. കാരണം 4-ാം ഭാവാധിപത്യം അത് ജിന്നിൻ്റെ പ്രയോഗം പോലുള്ള ശത്രുദോഷം. കാരണം 2 തവണ വീഴ്ച, ആക്സിഡൻറ്റ്, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടിയിൽ നിന്നാണോ കുഴപ്പമില്ലാതെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യവും ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി. ഇവിടെയാണ് ദൈവാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഈ കർക്കിടക മാസം വരെ ശ്രദ്ധിക്കേണ്ട, വളരെ ഈശ്വരാധീനം നമുക്ക് അനുകൂലമാക്കി വരുത്തേണ്ട നിയോഗം നമ്മളിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നത്. ഇവിടെ സാക്ഷാൽ ശിവഭഗവാന്റെ അനുഗ്രഹം, പഞ്ചഭൂതാധിപനായിട്ടുള്ള ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഈ ഭാവാധിപത്യ പ്രപഞ്ച യോഗാധിപനായിട്ടുള്ള മഹാദേവരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. നമസ്തേ രുദ്രമന്യവ ഇതോത ഇഷവേ നമഃ നമസ്തേ അസ്തു ധന്യവോ ബാഹുഭ്യാമുദതേ നമ. രുദ്രസൂക്തത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, എല്ലായിടത്തും ഞാനുണ്ടെന്നുള്ളതാണ് ഭഗവാന്റെ സാന്നിധ്യം. നമസ്തേ രുദ്രമന്യവ, രുദ്രനില്ലാതെ ഒരിടത്തുമില്ല
നമിക്കുന്നു എന്നുള്ളതാണ് പ്രമാണം. അപ്പം ആ ഭഗവാനെ നമുക്ക് കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഭഗവാനിലേക്ക് നമ്മൾ ചേരണമെന്നുള്ളതാണ്. അപ്പം അതിന് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ധാരയാണ്, ജലധാരയാണ്. അത് 5 തിങ്കളാഴ്ചയെങ്കിലും അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ നമ്മുടെ പേരും നക്ഷത്രവും സങ്കല്പിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയൊരു മാറ്റം നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ പറ്റും. ശിവകവച മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില ആൾക്കാരുമായിട്ടുള്ള ശത്രുതാ മനോഭാവം കൂടിക്കൂടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. കാരണം ഇതിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം വരെ ഇതിനു മുമ്പ് ഗൃഹത്തിൽ 2 പേർക്ക് തരണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സാഹചര്യം നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ബന്ധനദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള ശത്രുസ്ഥാനം, ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലായിരുന്നാലും ഈ പരിസരത്തുള്ളവരുടെ നമ്മളത് വിട്ടിട്ട് പോകണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന, ആ തരത്തിൽ നമ്മളെ വെല്ലുവിളിക്കുന്ന, നമ്മളെ പുറത്താക്കുന്ന, ഓട്ടിക്കുന്ന സ്ഥിതിയിലേക്കുള്ള ശത്രുദോഷത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണം, വിജയിച്ചേ പറ്റൂ. അതോടൊപ്പം പരീക്ഷാ സമയത്ത് എക്സാം ടൈമിൽ പല പ്രശ്നങ്ങളും വന്ന് എഴുതണോ, ഇനി അടുത്ത വർഷം എഴുതിയാൽ മതിയോ, അടുത്ത ബാച്ചിലേക്ക് പോയാൽ മതി, ഇങ്ങനെയുള്ള കൺഫ്യൂഷനില്ല. പ്രത്യേകിച്ച് യുവാക്കളിൽ ബാംഗ്ലൂർ പോകണോ, ചെന്നൈയിൽ പോകണോ, ഡൽഹിയിൽ പോകണോ, UK പോകണോ, കാനഡയിൽ പോകണോ, ജർമ്മനിയിൽ പോകണോ, ഇങ്ങനെ പലതരത്തിൽ കൺഫ്യൂഷൻ നിൽക്കണം. സ്വന്തമായുള്ളൊരു വ്യക്തിത്വ തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യകത നമ്മളിൽ തന്നെയാണ്. അതൊരു കൂട്ടുകാരിയും നിശ്ചയിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി കണ്ടെത്തി മുന്നോട്ട് പോകും. ഇവിടെയാണ് പല ലോസുകളും നഷ്ടങ്ങളും വരുന്നത്. ഇതിനെ ചൊല്ലിയാണ് തർക്കങ്ങളും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമ്മളടുത്ത് എന്ത് ചെയ്യുന്നു, എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നതിന് ഉത്തരമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. അത് മാറണം. കാരണം നമ്മുടേതായിട്ടുള്ള സമയം നമുക്കിനിയും ലോസപ്പെടുത്താൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇവിടെ ദൈവാധീനം നമുക്ക് അനുകൂലമാണ്. ആഞ്ജനേയസ്വാമിക്ക് വെറ്റ്ലമാല 5 വ്യാഴാഴ്ചയെങ്കിലും ചെയ്ത് 5ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം ഭഗവാന് കൊടുത്ത് ഉപചാര സമർപ്പണം ചെയ്യുക. അതോടൊപ്പം തന്നെ യോഗീന്ദ്രാണാം ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിരാവം ശുഭേശം ആദിത്യപ്രഭാകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. എവിടെയാണോ ലക്ഷ്യബോധം നമുക്ക് നഷ്ടപ്പെടുന്നത്, കുറയുന്നത്, അതിലേക്ക് ഭഗവാന്റെ കടാക്ഷം, സൂര്യപ്രഭാ ഭഗവതി അനുഗ്രഹം ഉണ്ടാകാനുള്ള ആ ആർജവത്വത്തിന് ഈ രക്ഷ നമുക്ക് ഉപകരിക്കും. പുരുരുട്ടാതിക്കാല് ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല തടസ്സങ്ങളും ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും രോഗങ്ങളും അലട്ടലും ഉണ്ടായിരിക്കും. ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൂടുതലും ഉചിതം. 2ാം ഭാവാധിപതിയായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിപാവുക ബന്ധനദോഷം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇത് കാരണം ഒരു കാര്യത്തിലും തൃപ്തിയില്ലായ്മ, വീട്ടിനകത്ത് കുറ്റപ്പെടുത്തൽ, പരസ്പരം ഒരുമാതിരി എല്ലാ കാര്യത്തിനും ഒരു അകൽച്ച പാലിക്കുന്ന അവസ്ഥ, ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയും, ചില വ്യക്തികളിൽ ഡ്രഗ് കൂടുതൽ ഉപയോഗിക്കുന്ന, മദ്യം കൂടുതൽ ഉപയോഗിക്കുന്ന ശീലങ്ങളും അധികരിച്ച് വരുന്ന സമയമാണ്. ഇവിടെ ചില കൂട്ടുകാർ അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചിന്തിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആർജവത്വം ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ സ്ഥലത്ത് ചില ഭീഷണികൾ, ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമ്മളെ ബലിയാടാക്കാനുള്ള സാഹചര്യവും, എന്തിനെ സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കോക്കസിൻ്റെ കളിയായിരുന്നാലും പാരവയ്ക്കലായിരുന്നാലും യൂണിയൻ്റെ ആയിരുന്നാലും ശരിയാണ്, ബലിയാടാകാൻ നമ്മൾ ഇനിയും പാടില്ല. വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, അത് വർക്ക്ഷോപ്പായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും അവിടെ ഉണ്ടാകുന്ന ചില നഷ്ടകോട്ടങ്ങളിൽ ദുഃഖിച്ച് പൂട്ടിക്കെട്ടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിൽ തന്നെ ഉള്ളവർക്ക് പോലും മറിച്ച് ചിന്തിച്ച് മാറി വരാനുള്ള ആർജവത്വം ഉണ്ടായി വിജയിച്ചേ പറ്റൂ. ഇവിടെ
സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാൻ ഉപചാര സമർപ്പണം ചെയ്ത് അഭിഷേകം നടത്തുക. ഇളനീര്, കരിക്ക് 11 ദിവസം തുടർച്ചയായിട്ട് അഭിഷേകം ചെയ്ത് സനൽകുമാര കവചിത മന്ത്രം സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ അല്ലെങ്കിൽ ദേഹരക്ഷയായിട്ടോ ധരിക്കുന്നത് വളരെ വിശേഷമാണ്. സുരൻ മകുടപത്രകുണ്ഡല വിഭൂഷിതം ചെമ്പകസ്രജാകലിത കന്ധരയുഗേന ശക്തിംഭവിം. ദേവസേനാധിപനായിട്ടുള്ള ആ മുരുകഭഗവാന്റെ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിവരും. ദൈവാധീനം ഗുണകരമായിട്ട് വരും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച